ഗാസ സന്ദർശിക്കാനെത്തി ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത ആക്ടിവിസ്റ്റുകൾ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഭീകരാക്രമണ ദൃശ്യങ്ങൾ കാണാൻ വിസമ്മതിച്ചതായി ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന്റെ ഗാസ സൈനിക നടപടിയിൽ പ്രതിഷേധിച്ചും ഗാസയിൽ മാനുഷിക സഹായം വിതരണം ചെയ്യുന്നതിനായി യൂറോപ്പിൽ നിന്ന് ആരംഭിച്ച കടൽ യാത്ര ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൽ തടഞ്ഞതും ആക്ടിവിസ്റ്റുകളെ സൈന്യം കസ്റ്റഡിയിലെടുത്തതും. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകയായ ഗ്രേറ്റ തുൻബെർഗ്, ബ്രസീലിയൻ സാമൂഹ്യ പ്രവർത്തകൻ തിയാഗോ ആവില ഉൾപ്പെടെയുള്ള 12 പ്രമുഖരായ സഞ്ചാരികൾ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മെഡിറ്ററേനിയൻ കടലിൽ ഈജിപ്തിനും ഗാസയ്ക്കുമിടയിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലായത്. ഇറ്റലിയിലെ സിസിലിയിൽ നിന്ന് യാത്ര ആരംഭിച്ച മാഡ്ലീൻ എന്ന കപ്പൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുകയും ഇസ്രായേൽ തുറമുഖ നഗരമായ അഷ്ദോദിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആക്ടിവിസ്റ്റുകളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഇവർ ഗാസയിലേക്ക് കൊണ്ടുവന്ന ചെറിയ അളവിലുള്ള മാനുഷിക സഹായങ്ങൾ ഗാസയിൽ ജനങ്ങൾക്ക് കൈമാറുമെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം സേനയുടെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ഭീകരാക്രമണത്തിന്റെ ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുവാൻ സൈന്യം ശ്രമിച്ചുവെങ്കിലും ഗ്രേറ്റയും സംഘവും സൈന്യത്തിന്റെ ആവശ്യം നിരാകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതിനെതിരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രംഗത്തെത്തി. ആക്ടിവിസ്റ്റുകൾ സത്യമെന്തെന്ന് കാണാൻ തയ്യാറല്ല. അവർക്ക് അനുകമ്പ കൊല്ലപ്പെട്ട നിരപരാധികളോടല്ല, മറിച്ച് കൊലയാളികളോടാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നതാണെന്നും കാറ്റ്സ് പറഞ്ഞു. അതേസമയം ഗ്രേറ്റ തുൻബെർഗിനെ ഉൾപ്പെടെ 3 പേരെ ഇസ്രായേൽ സ്വദേശത്തേക്ക് മടക്കി അയച്ചതായും മറ്റ് 5 ആക്ടിവിസ്റ്റുകളുടെ ഹിയറിംഗ് നടക്കുന്നതായും റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.